പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ കാലഘട്ടത്തിലെ ചില ജീവിത രീതികളെക്കുറിച്ച് ആധുനിക ജീവിത ചിത്രങ്ങൾ എന്ന വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ചൂഷണങ്ങളുടെ കാലഘട്ടത്തിൽ സത്യത്തെ തിരിച്ചറിയുക എന്ന വിഷയമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കാലത്തെ പ്രവണതകൾ കണ്ടു കഴിഞ്ഞ നമ്മൾ ഇനി യേശുക്രിസ്തു ഇത്തരം യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നേരിട്ട് സംസാരിച്ച വചനങ്ങളിലേക്ക് തിരിയുകയാണ്. യേശു പറഞ്ഞു, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിൽ ആടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 10:16. ഇത് ഒരു വെറും നിർദ്ദേശമല്ല, മറിച്ച് ഒരു അതിജീവനത്തിൻ്റെ കൽപ്പനയാണ്. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയത്? കാരണം നാം ശത്രുവിൻ്റെ കെണികളിൽ അകപ്പെടാതെ സുരക്ഷിതരായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അത്ര ആഴമേറിയതാണ് അവിടുത്തെ സ്നേഹം. ചൂഷണം എന്നത് സാധാരണയായി മാറുകയും പ്രകീർത്തിക്കപ്പെടുകയും ന്യായീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ബന്ധങ്ങളിലും ജോലിയിലും വിവാഹത്തിലും ബിസിനസ്സിലും എന്തിന് മതസ്ഥാപനങ്ങളിൽ പോലും ഇത് പടർന്നു പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് എന്ത് ലഭിക്കും എന്നതാണ് ഇന്നത്തെ മുദ്രാവാക്യം. ഏതാണ് ശരി, ഏതാണ് സത്യം, ഏതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്നതിനേക്കാൾ ഉപരിയായി എനിക്ക് ഇപ്പോൾ എന്ത് ലാഭമുണ്ടാകും എന്നതിനാണ് പലരും മുൻഗണന നൽകുന്നത്. ടൈറ്റാനിക് സിൻഡ്രോം, ദൈവമില്ലാത്ത അമിത വിശ്വാസം, ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്നാണ് ടൈറ്റാനിക് അറിയപ്പെട്ടിരുന്നത്. അവിടെ വിനയത്തിനും ജാഗ്രതയ്ക്കും പകരം മനുഷ്യന്റെ ബുദ്ധിയും സാങ്കേതിക വിദ്യയും അമിത വിശ്വാസവും സ്ഥാനം പിടിച്ചു. അവിടെ ദൈവത്തിന് ഇടമില്ലായിരുന്നു. പരിമിതികളെ ബഹുമാനിച്ചില്ല, മുന്നറിയിപ്പുകൾ ചെവിക്കൊണ്ടില്ല. മനുഷ്യന് ചുവന്ന് തോന്നുന്ന വഴി ഉണ്ട്, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. സദൃശവാക്യങ്ങൾ 14:12. മഞ്ഞുപാളികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടു. കപ്പലിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് പകരം കൂട്ടി. മനുഷ്യന്റെ ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചു. ഫലം അതിദാരുണമായ തകർച്ചയായിരുന്നു. ഇതൊരു കപ്പലിൻ്റെ മാത്രം കഥയല്ല, ഒരു തലമുറയുടെ കഥയാണ്. ദൈവമില്ലാതെ ഞങ്ങൾക്കിത് സാധിക്കുമെന്ന് ഒരു സമൂഹമോ വ്യക്തിയോ പറയുമ്പോൾ തകർച്ച യാദൃച്ഛികമല്ല, അത് അനിവാര്യമാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. സങ്കീർത്തനങ്ങൾ 127:1. പ്രണയഭ്രമങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും. ടൈറ്റാനിക്കിലെ പ്രണയകഥ ദശലക്ഷങ്ങളെ ആകർഷിച്ചു. എന്തുകൊണ്ട്? കാരണം അത് ഉത്തരവാദിത്തമില്ലാത്ത വികാരങ്ങൾക്കും തെളിവില്ലാത്ത വാക്കുകൾക്കും മുൻഗണന നൽകി. മരിക്കുന്ന ഒരാൾ നടത്തുന്ന കാവ്യാത്മകമായ സ്നേഹപ്രകടനങ്ങൾ സിനിമയിൽ രസകരമായിരിക്കാം, പക്ഷേ യഥാർത്ഥ ജീവിതം മറ്റൊന്നാണ്. മരണക്കിടക്കയിൽ മനുഷ്യൻ അനുഭവിക്കുന്നത് കാവ്യാത്മകമായ പ്രണയമല്ല, മറിച്ച് ഭയവും പശ്ചാത്താപവും കണ്ണുനീരുമാണ്. ലാളന വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവാഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. സദൃശവാക്യങ്ങൾ 31:30. ഹോളിവുഡ് വിൽക്കുന്നത് സങ്കല്പങ്ങളാണ്, എന്നാൽ ദൈവം വെളിപ്പെടുന്നത് സത്യമാണ്. വാക്ചാതുരിയും വാക്കുകളുടെ ശക്തിയും. ആദ്യ ഭാഗത്ത് പറഞ്ഞ കടയിലെ സാധനം തിരികെ നൽകിയ കഥ ഒരു കാര്യം വ്യക്തമാക്കുന്നു. സംസാരിക്കാനുള്ള മിടുക്കിനെ പലപ്പോഴും നാം നല്ല സ്വഭാവമായി തെറ്റിദ്ധരിക്കുന്നു. സംസാരശേഷി നല്ലതാണ്,
പക്ഷെ മനോഹരമായ സംസാരം നല്ല സ്വഭാവത്തിന് പകരമാകില്ല. മൃദുവായ വാക്കുകളാലും മുഖസ്തുതിയാലും അവർ സാധുക്കളുടെ ഹൃദയങ്ങളെ വശീകരിക്കുന്നു. റോമർ 16:18. ബിരുദങ്ങളോ പദവികളോ ഒരാളുടെ സത്യസന്ധതയ്ക്ക് തെളിവല്ല. ഏദൻ തോട്ടത്തിൽ സർപ്പം ബലം പ്രയോഗിച്ചല്ല ഹവ്വായെ വീഴ്ത്തിയത്, മറിച്ച് സംസാരത്തിലൂടെയാണ്. വാക്കുകൾക്ക് രക്ഷിക്കാനും കഴിയും, ചതിക്കാനും കഴിയും. വെറും വാഗ്ദാനങ്ങളും സങ്കല്പങ്ങളിലെ ഭാവിയും. വർക്ക്ഷോപ്പിലെ ആ കഥയിൽ കണ്ടതുപോലെ തെളിവുകളില്ലാത്ത വെറും വാക്കുകളിലാണ് പലരും ഭാവി കെട്ടിപ്പടുക്കുന്നത്. പൂർത്തിയാക്കാത്ത പഠനവും തുടങ്ങാത്ത ബിസിനസ്സും വെറും വാക്കുകൾ മാത്രമാണ്. നാളത്തെക്കുറിച്ച് പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്ത് ജനിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. സദൃശവാക്യങ്ങൾ 27:1. ജ്ഞാനം എപ്പോഴും ചോദിക്കുന്നത്, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, എന്ത് ഫലമാണ് കാണാനുള്ളത്? യേശു മുന്നറിയിപ്പ് നൽകി, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മത്തായിയുടെ സുവിശേഷം 7:16. അവരുടെ സ്വപ്നങ്ങളാലോ പദ്ധതികളാലോ അല്ല, ഫലങ്ങളാൽ തിരിച്ചറിയുക. വിവേചനമില്ലാത്ത വൈകാരിക അടുപ്പം. വളർത്തുമൃഗത്തെ നഷ്ടപ്പെട്ട കഥ നമ്മോട് പറയുന്നത്, കരുണ കാണിക്കുന്നത് നല്ലതാണ്, പക്ഷേ സങ്കട സമയത്ത് കൂടെ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ വിശ്വസ്തനാകണമെന്നില്ല. വൈകാരികമായ അടുപ്പം മാത്രം ഒരു വിവാഹത്തിന് അടിസ്ഥാനമാകില്ല. ഹൃദയം എല്ലാറ്റിലും ഉപായമുള്ളതും അതിദുഷ്ടവുമാകുന്നു, അതിനെ ഗ്രഹിക്കുന്നവൻ ആർ? യെരമ്യാവിന്റെ പുസ്തകം 17:9. വിവേചനമില്ലാത്ത വികാരങ്ങൾ അനുഗ്രഹത്തിന് പകരം ബന്ധനത്തിലേക്കാണ് നയിക്കുക. ആത്മീയ മുന്നറിയിപ്പുകൾ. ഒരു സ്വപ്നം. തിരക്കേറിയ ഒരു വീട്ടിൽ ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് ഒരു പ്രായമായ മനുഷ്യൻ ഒരു പെൺകുട്ടിയോട് പറഞ്ഞ വാക്കുകൾ, നിനക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്യാം. ഇതൊരു ആത്മീയ മുന്നറിയിപ്പാണ്. ബഹളങ്ങളും തിരക്കുകളും ശ്രദ്ധക്കുറവും ഉള്ളിടത്താണ് ചൂഷകർ വളരുന്നത്. ദൈവം അത് വെളിപ്പെടുത്തി തന്നത് ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അറിവില്ലായ്മയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ഹോശേയ 4:6. തിന്മ ഒരിക്കലും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് വരില്ല. ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അത് മെല്ലെ മന്ത്രിക്കും. സാത്താൻ വെളിച്ചദൂതന്റെ വേഷം കെട്ടുന്നു. വിവാഹാലോചനകളും അന്തിമ സമാധാനവും. അവസാനത്തെ കഥ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആ യുവാവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ യുവതിയുടെ ഉള്ളിലെ സമാധാനക്കുറവ് അവൾ തിരിച്ചറിഞ്ഞു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അവൾ അത് വേണ്ടെന്ന് വെച്ചു. ഇതൊരു വലിയ ജ്ഞാനമാണ്. മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. സദൃശവാക്യങ്ങൾ 11:14. എല്ലാം പരിശോധിച്ച് നല്ലത് പിടിച്ചുകൊള്ളുവീൻ. 1 തെസ്സലോനിക്കർ 5:21. എന്താണ് ഇന്നത്തെ സന്ദേശം? യേശു പറഞ്ഞത് നിഷ്കളങ്കരായിരിക്കുക എന്ന് മാത്രമല്ല, ബുദ്ധിയുള്ളവരും നിഷ്കളങ്കരും ആയിരിക്കാനാണ്. ജ്ഞാനമില്ലാത്ത നിഷ്കളങ്കത ചൂഷണം ചെയ്യപ്പെടും. നിഷ്കളങ്കതയില്ലാത്ത ജ്ഞാനം ദുഷിച്ചു പോകും. നമുക്ക് ഇത് രണ്ടും ആവശ്യമാണ്. ലോകം ചെന്നായ്ക്കളും ചതിയന്മാരും നിറഞ്ഞതാണ്. എന്നാൽ ദൈവം നമ്മെ നിരായുധരായി വിട്ടിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിറയലോടെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. അവിടുന്ന് വെളിച്ചത്തിൻ്റെ ദൈവമാണ്. ചെന്നായ്ക്കൾ ഞങ്ങളുടെ ഇടയിലുണ്ടെന്ന് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയല്ലോ. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമാകാൻ ഞങ്ങളെ സഹായിക്കണമേ. ബാഹ്യമായ ആകർഷണങ്ങളെ സ്വഭാവ മഹിമയായും, വികാരങ്ങളെ വിശ്വസ്തയായും, വാക്കുകളെ സത്യമായും ഞങ്ങൾ തെറ്റിദ്ധരിച്ച നിമിഷങ്ങളെ ക്ഷമിക്കണമേ. പുഞ്ചിരിക്കും പ്രസംഗങ്ങൾക്കും അപ്പുറം കാര്യങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. നമ്മുടെ മക്കളെയും യുവാക്കളെയും എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. കപടനാവുകളെ നിശബ്ദമാക്കണമേ. ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളെ വെളിപ്പെടുത്തണമേ.
വികാരങ്ങൾക്കല്ല, അങ്ങയുടെ വചനത്തിന് മുൻഗണന നൽകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിവാഹങ്ങൾ സത്യത്തിന്മേൽ പണിയപ്പെടണമേ. ഞങ്ങളുടെ ഭാവി അങ്ങയുടെ കൽപ്പനകളാൽ നയിക്കപ്പെടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.